മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള കടുത്ത ഉഷ്ണകാലമാണ് യൂറോപ്പിനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ബെൽജിയം, ഹോളണ്ട്, സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ എന്നിവിടങ്ങളിലൊക്കെ കഴിഞ്ഞ മാസങ്ങളിലായി നിരവധി മരണങ്ങളും സംഭവിച്ചിരുന്നു. യൂറോപ്പിനെ ചുട്ടുപൊള്ളിക്കുന്ന ഈ കൊടും വരൾച്ചയിൽ നദികൾ വറ്റുമ്പോൾ ചരിത്രത്തിലെ ചില അപൂർവ കാഴ്ചകളും തെളിഞ്ഞു വരികയാണ്. സെർബിയയിലെ സാവ നദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പുറത്തു വന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കപ്പലിന്റെ അവശിഷ്ടങ്ങളാണ്. സാവയിലെ ടൈറ്റാനിക് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കപ്പൽ ഉൾപ്പെടെ നിരവധി ചരിത്ര ശേഷിപ്പുകളാണ് യൂറോപ്പിലെ നദികളിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. സെർബിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ അകലെയാണ് സ്ലൊവേനിയൻ എന്ന് പേരുള്ള ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 1900കളുടെ തുടക്കത്തിൽ നിർമ്മിച്ച ഈ നീരാവി കപ്പലിന്റെ ചില ഭാഗങ്ങൾ മുൻപും ദൃശ്യമായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം വ്യക്തമായി കാണുന്നത് ആദ്യമായാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് കപ്പൽ വീണ്ടും കാണുന്നതെന്നും ഇത് അപൂർവമായ കാഴ്ചയാണെന്ന് നഗരത്തിലെ മ്യൂസിയം മേധാവിയും പറയുന്നു. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ 1913 ഈ കപ്പൽ നിർമ്മിച്ചത്. 54 മീറ്റർ നീളമുള്ള കപ്പലിന് ആദ്യം നൽകിയ പേര് വാഗ് എന്നായിരുന്നു. സ്ലൊവാക്യയിലെ ഏറ്റവും നീളമേറിയ നദിയായ വാഹിന്റെ ഹംഗേറിയൻ പേരാണ് വാഗ്. ബുഡാപെസ്റ്റിനും ഡാനൂബ് നദിക്കരയിലെ മറ്റ് നഗരങ്ങൾക്കുമിടയിൽ ചരക്ക് നീക്കത്തിനാണ് ഈ കപ്പൽ ഉപയോഗിച്ചിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സർവീസ് നിർത്തിവച്ച ഈ കപ്പൽ പിന്നീട് യുദ്ധ നഷ്ടപരിഹാരമായി യുഗോസ്ലാവിയക്ക് കൈമാറുകയും സ്ലൊവേനിയൻ എന്ന് പേര് മാറ്റുകയും ചെയ്തിരുന്നു. ഈ പേര് നൽകിയതിന് പിന്നിലെ കാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നാണ് മ്യൂസിയം മേധാവിയും പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ കീഴിലായ ഈ കപ്പൽ 1944 യുഗോസ്ലാവ് സേന തിരികെ പിടിച്ചു. തുടർന്ന് പരിക്കേറ്റവരെയും യുദ്ധോപകരണങ്ങളെയും മാറ്റാൻ ഉപയോഗിച്ച ഈ കപ്പൽ 45 ഏപ്രിലിൽ ജർമ്മൻ മൈനിൽ തട്ടി തകരുകയായിരുന്നു. അന്ന് മുങ്ങിയ കപ്പലാണ് ഇപ്പോൾ വീണ്ടും കാണാൻ അവസരം കിട്ടിയിരിക്കുന്നത്. സ്ലൊവേനിയൻ കപ്പലിന് പുറമെ ഡാന്യൂബ്, റൈൻ തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ യുദ്ധക്കപ്പലുകൾ, മാമത്തുകളുടെ അസ്ഥികൾ, പുരാതന നിർമ്മിതികൾ എന്നിവയ്ക്ക് പുറത്തു വന്നിരിക്കുന്നു. റൊമേനിയയുമായി അതിർത്തി പങ്കിടുന്ന സെർബിയൻ മേഖലയിൽ ഡാന്യൂബ് നദിയിൽ നാസി ജർമ്മനിയുടെ കരിങ്കടൽ വ്യൂഹത്തിൽപ്പെട്ട കപ്പലുകളുടെ ചില അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളും അതിനകത്തുണ്ട്. ഇറ്റലിയിൽ 70 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വരൾച്ചയെ തുടർന്ന് ടൈബർ നദി വറ്റിയപ്പോൾ റോമൻ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്ന പുരാതന പാലത്തിന്റെ തൂണുകൾ കാണാമായിരുന്നു. ബൾഗേറിയയിൽ ഡാനൂബ് നദിയിൽ നിന്ന് വംശനാശം സംഭവിച്ച വൂളി മാമത്തിന്റെ താടിയല്, കൊമ്പുകൾ, വാരിയലുകൾ എന്നിവയും ഗവേഷകർ കണ്ടെടുത്തു. യൂറോപ്പിലെ രണ്ടാമത്തെ വലിയ നദിയായ ഡാന്യൂബ് വറ്റിയത് ഹംഗറിയിലെയും റൊമാനിയയിലും ആണവ നിലയങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഗതാഗതത്തെയും കാര്യമായി ബാധിക്കുകയും ചെയ്തിരുന്നു. നെതർലാൻഡ്സ് മുതൽ ബോസ്നിയ വരെയുള്ള രാജ്യങ്ങളിൽ കൃഷി നശിക്കുകയും ആൽപ്സ് പർവ്വതനിരകളിൽ വരെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുകയും ചെയ്തു. സ്ലൊവേനിയയിലെ ഏറ്റവും ഉയരത്തിലുള്ള ട്രിഗാവ് ലോഡ്ജിൽ പാത്രങ്ങൾ കഴിയുന്നതിനുള്ള വെള്ളം ലാഭിക്കാൻ വേണ്ടി ഇപ്പോൾ പേപ്പർ പ്ലേറ്റുകളാണ് അവർ ഉപയോഗിക്കുന്നത്. 80കൾക്ക് ശേഷം ആഗോള ശരാശരിയേക്കാൾ ഇരട്ടി വേഗത്തിലാണ് യൂറോപ്പിൽ താപനില ഉയരുന്നത്. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 2026 ജൂലൈ അവസാനത്തോടെ യൂറോപ്യൻ യൂണിയന്റെയും ബ്രിട്ടന്റെയും പകുതിയോളം പ്രദേശങ്ങൾ കൊടും വരൾച്ചയുടെ പിടിയിലായി കഴിഞ്ഞിരുന്നു. ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച കുറഞ്ഞതും വസന്തകാലത്തെ വരൾച്ചയുമാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് സെർബിയൻ ജലശാസ്ത്ര വിദഗ്ധൻ ഡെജാൻ വ്ലാഡിക്കോവിക് പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ പതിവായി ഉണ്ടാകാം എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്.